ഞാൻ ചോദിച്ചു എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ പറവയിൽ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പറവയ്ക്ക് ശേഷമുള്ള നെക്സ്റ്റ് ഫിലിമിൻ്റെ മീറ്റിങ്ങിലാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്താ പറയുക, നല്ലൊരു ഇത് തരാം, റോള് തരാം, നല്ല വേഷമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണോ? അല്ല, ഒറ്റയ്ക്കല്ല, പ്രൊഡക്ഷൻ്റെ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ദിവസം എന്നോട് പറയണേ മെട്രോയ്ക്ക് കയറി വന്നാൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെന്നെ പിക്ക് ചെയ്തോളും. അവിടെ വേറെ എന്താ പറയുക ലേഡി സ്റ്റാഫ് ഉണ്ടാവും, ലേഡി അസിസ്റ്റൻ്റ് ഉണ്ടാവും കൂടെ, വേറെ പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഞാൻ ഒഴിവാക്കി ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ പോയി. രണ്ടാമത്തെ ദിവസമാണ് വീണ്ടും വിളിച്ച് എന്താ പറയുക ഇങ്ങനെ ഇതാക്കിയത്. അതായത് റൂമെന്നല്ല, എന്നോട് ഓഫീസ് അഡ്രസ്സാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ ഓഫീസ് അഡ്രസ്സ് വന്നിട്ട് ഇതിലേക്ക് വരണം. അപ്പം ഞാൻ വിളിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കോൾ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്. വിളിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയണം വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ലേഡി അസിസ്റ്റൻ്റ് ഉണ്ട്, ഇയാൾ വന്നാൽ മതി, ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് ആ ബിൽഡിങ്ങിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു ഓഫീസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൻ്റെ ബോർഡ് എന്നെ കാണിച്ചു തന്നു. ഓഫീസിൻ്റെ ബോർഡ് കാണിച്ചു തന്നിട്ടാണ് എന്നെ എന്താ പറയുക ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്ക് ആൾ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാനിവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയാവുകയാണ്, റൂമിലേക്കാണ്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ആളുടെ അടുത്ത് ബാക്കിയുള്ളവരെവിടെ. അപ്പോൾ ആൾ പറയുന്നത് വെയിറ്റ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് റൂമിൽ കയറി ഉടനെ തന്നെ ഇയാൾ ഡോർ ലോക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഡോർ എന്തിനാണ് ലോക്ക് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് ഡോർ എന്തിനാണ് ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആളുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ എനിക്ക് പേടിയാവുക, നീ കയറി വാ, പെട്ടെന്ന് കയറി വാ, 304 നമ്പർ റൂമിലാണെന്നും പറഞ്ഞ് വിളിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളെന്നെ പുറകിൽ നിന്ന് ഇത് ചെയ്ത്. അപ്പം ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആൾ സമ്മതിക്കുന്നില്ല. ആളിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറയാണ് എന്താ നിനക്ക് ഇനി സിനിമയിൽ, മലയാള സിനിമയിലൊന്നല്ല, സിനിമയിലേ ഇതുണ്ടാവില്ല, ഇതിന് നിന്നില്ലെങ്കിൽ. നീ അല്ലെങ്കിൽ എനിക്ക് വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്, പക്ഷെ എന്താ പറയുക നീ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് എനിക്ക് വഴങ്ങിയേ പറ്റുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. ഞാനിട്ട് ഓടി വാഷ്റൂമിൽ കയറിയിട്ട് ഞാൻ ഹസ്ബൻഡിന് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ദിനിലിനെ റിസപ്ഷനിൽ നിന്ന് ആൾ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ റൂമിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടോണ്ടിരിക്കുക. ആ പറഞ്ഞു തീർന്നപ്പോഴേക്കും ദിനിൽ ഡോറ് തുറക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താ റൂമിൽ, നിങ്ങൾ വേറെ ലേഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചു. ആ സമയത്ത് ദിനില് അത് താൻ ആരാ, താൻ സിനിമാക്കാരനല്ലല്ലോ, തന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ദിനില് പറയുന്നത്. അപ്പം തന്നെ ഹസ്ബൻഡ് കയറി വരുമ്പോൾ ദിനില് ഷോർട്സ് ആണ് ധരിച്ചിരുന്നത്. സിനിമയുടെ കാര്യം സംസാരിക്കാനെന്നും പറഞ്ഞ് വിളിച്ച് വരുത്തിയ ആള് എന്തിന് ജീൻസ് ഒരു ഷോർട്സ് ഇടണം? ശരി, ഷോർട്സ് ഇട്ട് നമ്മുടെ ഈ എന്താ പറയുക എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇട്ടിരുന്ന ജീൻസ് ഊരിക്കളഞ്ഞിട്ട് ബോക്സർ ഇട്ട് നിൽക്കുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് അത് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനോട് വളരെ ചൂടായിട്ട് ആള് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ സംസാരിച്ച് തീർക്കുന്നു പറഞ്ഞാൽ ആളൊരു ഇറങ്ങി ഒരൊറ്റ പോക്കാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേഷനിൽ അപ്പം തന്നെ നമ്മൾ വന്ന് നമ്മൾ എഴുതി കൊടുത്തിരുന്നു. പക്ഷെ എന്താ പറയുക അത് കഴിഞ്ഞിട്ടും ആള് എന്താ പറയുക ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഒരു സോറി പറഞ്ഞാൽ തീരുമല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ ഇവിടെ നിന്നും വിളിപ്പിച്ചിരുന്നു. അത് കൂടാതെ എനിക്കും കേസുമായിട്ട് മുന്നോട്ട് നടക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ തന്നെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് റാഫി എന്നാണ് പേര്, യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഈ റാഫിയുടെ അടുത്ത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സോറി പറഞ്ഞാൽ തീരും, ചിലപ്പോൾ ഒന്ന് നേരിട്ട് വാ, സ്റ്റേഷനിൽ വരണമെന്നില്ല, സ്റ്റേഷൻ്റെ അടുത്തൊന്ന് വന്ന് സോറി പറഞ്ഞാൽ തീരും എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോഴും ആൾ പറഞ്ഞത് എന്താ ദിനില് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ദിനിൽ എന്തായാലും വരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ പൈസ ചോദിക്കുന്നത് മോശമല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് 1 രൂപ ചോദിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളുടെ 1 രൂപ തൊട്ട് വേണ്ടതാണ്. ആൾ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അടുത്ത് സോറി പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ തീരും. അത് പറഞ്ഞിട്ട് പോലും ആൾ വില്ലിങ് ആയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആള് എന്താ പറയുക 1.5 ലക്ഷം രൂപ ആൾ ഓഫർ ചെയ്തു നിങ്ങൾ കോംപ്രമൈസ് ആക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു നടക്കില്ല, ഞാൻ മൊഴി ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഞാൻ കേസ് കോംപ്രമൈസ് ആക്കില്ല. ആൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞാൽ ചിലപ്പോൾ തീരുമായിരുന്നു, പക്ഷേ ഈ പൈസ ഓഫർ ചെയ്തിട്ട് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മൊഴി ഒപ്പിട്ട് കൊടുത്തത്. അതിനുശേഷം ഇന്നലെ ഈ പറഞ്ഞ റാഫി വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് കാണിച്ച ചതിയായിപ്പോയി, എൻ്റെ വാക്കിന് നിങ്ങളൊരു വില തന്നില്ല, നിങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്, തെളിവുകളെല്ലാം എൻ്റെ ഫോണിനകത്തുണ്ട്, ഈ വോയിസുകളെല്ലാം എൻ്റെ കയ്യിൽ കാണും, നിങ്ങൾ കാണിച്ച ചതിയായിപ്പോയി. ഇവർ പറയുന്നത് ഞാൻ പൈസ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്, പക്ഷെ അവരായിട്ട് ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണത്. പക്ഷെ ഈ ഹണി ട്രാപ്പ് ആണെങ്കിൽ എനിക്ക് അവിടെ പിടിച്ചിരുത്തി ആരെ കണ്ടെങ്കിലും എൻ്റെ അനിയന്മാരെ വിളിച്ചു വരുത്തി എനിക്ക് അവരെ പിടിച്ചിരുത്തി ചെയ്യാവുന്നുള്ളൂ. കാരണം
വെളുപ്പിനൊക്കെ എൻ്റെ ഫോണിലേക്ക് കോള് വന്നതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ ഫോണിനകത്തുണ്ട്. എനിക്ക് അയച്ച മെസ്സേജുകളുണ്ട്. ഈ തെളിവുകളെല്ലാം വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എനിക്ക് ഈ 1 രൂപ പോലും വേണ്ടാത്തതുകൊണ്ടാണ്. നിയമ നടപടിയായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനാണ് മുന്നേ പരിചയമുണ്ട്. കാരണം ഞാൻ നേരത്തെ പടത്തിൽ വെച്ച് പരിചയമുള്ളതാണ്. പിന്നെ ഗരുഡനകത്ത് പുള്ളി ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ആ സമയത്ത് ഇതുപോലെ എൻ്റെ അടുത്ത് എന്താ റൂമിലേക്ക് വരുമോ, അതിനകത്ത് ഞാൻ എന്താ പറയുക ഒരു റോള് മീഡിയയുടെ ഒരു ഇത് ചെയ്യാനായിട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗോകുലം പാർക്കിൽ എന്നെ വിളിച്ചു വരുത്തിയത്. ആ വിളിച്ചു വരുത്തി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ മോശമായിട്ട് തോന്നിയുണ്ട്. എനിക്ക് പുള്ളിയുടെ സംസാരത്തിലും ഇത് മോശമായിട്ട് തോന്നിയുണ്ട്. ഞാൻ അപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദിനിലിൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ദിനിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ദിനിൽ അങ്ങനെയൊന്നും വിളിച്ചിട്ടേ ഇല്ലാന്ന്. ഗോകുലം പാർക്കിൽ ഞാൻ ഡേറ്റും ഇതും തരാം. ഗോകുലം പാർക്കിൽ വിസിറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ രാവിലെ ദിനിലിൻ്റെ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചതിനുള്ള എല്ലാ തെളിവും അവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായവർ എന്തിനു വേണ്ടി പോകുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 2 ദിവസം എന്നെ വിളിച്ചപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 പ്രാവശ്യം എന്നെ വിളിച്ചപ്പോഴും ദിനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓഫീസിലേക്കാണ് വരേണ്ടത്. അതും ഒറ്റയ്ക്കല്ല, പ്രൊഡക്ഷൻ്റെ ആൾക്കാരുണ്ട്, കൂടെ ലേഡി അസിസ്റ്റൻ്റ് ഉണ്ട് എന്ന് വ്യക്തമായി 2-3 തവണ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രം, പിന്നെ അതുമല്ല ഓഫീസ് അഡ്രസ്സിലാണ് ഞാൻ ചെന്നതും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അതും ഒറ്റയ്ക്കല്ല പോയത്, ഹസ്ബൻഡിനെ കൂട്ടിയാണ് പോയത്. ഹസ്ബൻഡ് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ പാർക്ക് ഞാൻ ആ റൂമിലേക്ക് കയറുന്നതിൻ്റെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് വരുന്ന ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.